മുഖ്യമന്ത്രി പിണറായി വിജയന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ പരമാവധി നെട്ടോട്ടമോടുന്ന ഒരു ഗതികെട്ട അവസ്ഥയാണിപ്പോൾ. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, മുഖ്യമന്ത്രിയായ സമയം മുതൽ ഉള്ളതാണ്. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട വിഷയം ഇന്നും ഇന്നലെയും വേട്ടയാടാൻ തുടങ്ങിയതല്ല. VS ഉണ്ടായിരുന്ന കാലത്ത് VS ഏറ്റവും കൂടുതൽ പിണറായിയെ വേട്ടയാടാൻ ഉപയോഗിച്ചിരുന്ന ഒരു മാരകായുധം ലാവ്ലിൻ വിഷയം തന്നെയായിരുന്നു. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്നും വിജിലൻസ് വകുപ്പ് എത്രയും പെട്ടെന്ന് എടുത്തു മാറ്റി തൻ്റെ വിശ്വസ്തനായ കോടിയേരിക്ക് കൊടുത്തതിന് കാരണവും അതുതന്നെയാണ്. അതായത് ആഭ്യന്തരവും വിജിലൻസും VSന്റെ കൈവശം ഉണ്ടായിരുന്നെങ്കിൽ ലാവ്ലിൻ കേസിൽ കൃത്യമായും തുടരന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ തന്നെ ഉത്തരവിട്ടണേ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ED സതീശൻ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ED സമൻസ് അയച്ചതുമായി ബന്ധപ്പെട്ട കാര്യം, പിണറായി വിജയന്റെ മകനായ വിവേകിന് സമൻസ് അയച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പിണറായി വിജയൻ പറയുന്നത് തനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല, തൻ്റെ മകൾക്കോ തൻ്റെ മകനോ ഒന്നും ഇങ്ങനെ ഒരു സമൻസ് ഒന്നും വന്നിട്ടില്ല, ED അങ്ങനെ നോട്ടീസ് അയക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല എന്നൊക്കെ കല്ല് വെച്ച നുണകൾ ഒക്കെ എന്തിനാണ് പിണറായി വിജയൻ ഇങ്ങനെ തട്ടിവിടുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. മാത്രമല്ല MA ബേബി ഇതിനെപ്പറ്റി പറഞ്ഞ കാര്യങ്ങളും നമുക്കറിയാം. അങ്ങനെയൊന്നും സമൻസ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഈ വിഷയങ്ങളിലൊക്കെ അത് എങ്ങനെയാണ് MA ബേബി ഈ വിഷയത്തെക്കുറിച്ച് അറിയാൻ സാധ്യതയുണ്ടായത്? MA ബേബി പെട്ടെന്ന് ചാടിപ്പിടിച്ച് ഈ വിഷയത്തിൽ ഇടപെട്ടത് എന്തിൻ്റെ പേരിലാണ്? അവിടെയാണ് സംശയങ്ങൾ വീണ്ടും വീണ്ടും വർദ്ധിക്കുന്നതെന്നും കൃത്യമായി VD സതീശൻ പറയുകയാണ്. ലാവ്ലിൻ വിഷയത്തിൽ മാത്രമല്ല, ഇവിടെ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അതുപോലെ തന്നെ ഈ കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണത്തിൽ BJPയുടെ കേന്ദ്ര നേതൃത്വവുമായി പിണറായി വിജയന് ഇടനിലക്കാരുമായി ബന്ധപ്പെട്ട് ഒത്തുകളിയുണ്ടെന്നും അതിൻ്റെ ഭാഗമായി 2023 ഈ നോട്ടീസ് അയച്ചതെന്നും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തൃശ്ശൂരിൽ നേട്ടമുണ്ടാക്കി കൊടുക്കാൻ പിണറായി വിജയൻ കൃത്യമായി അവിടെ മധ്യസ്ഥരെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടാകാമെന്നും പ്രതിപക്ഷ നേതാവായ VD സതീശൻ പറയുകയുണ്ടായി. കാരണം ADGP-യായ അജിത് കുമാറിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആദ്യം ഈ പരാമർശങ്ങൾ ഉന്നയിച്ചത് താനാണെന്നാണ് VD സതീശൻ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ എന്തുകൊണ്ട് അന്വേഷണം ഉണ്ടായില്ല, എന്തുകൊണ്ട് ഈ കാര്യത്തിൽ മെല്ലെ പോക്ക് നടക്കുന്നു, എന്തുകൊണ്ടാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ED ഉദ്യോഗസ്ഥർ പിന്നീട് അവർ കാര്യമായി ഊർജ്ജസ്വലരായി പ്രവർത്തിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇതിൽ കാര്യങ്ങൾ വളരെ വ്യക്തമല്ലേ. കേന്ദ്ര നേതൃത്വം അയയുകയാണ് ചെയ്തത്. അത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ പ്രത്യേകിച്ച് CPI-യുമായിട്ടുള്ള ഒത്തുകളിയുടെ പേരിലാണ് ഇങ്ങനെ അയഞ്ഞു കൊടുക്കുന്നത്. സംസ്ഥാന മുഖ്യമന്ത്രിയും കുടുംബവും ജയിലിൽ പോയി കിടക്കേണ്ടി വരും എന്നുള്ളത് ഇതിൽ പട്ടാപകൽ പോലെ വ്യക്തമല്ലേ എന്നാണ് പ്രതിപക്ഷ നേതാവായ VD സതീശൻ ചോദിക്കുന്നത്. മാത്രമല്ല, ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവിടെ ചെന്നൈയിലേക്ക് മിനുക്കാൻ വേണ്ടി അയച്ചത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നും ഒറിജിനൽ ഏതോ ഒരു വ്യക്തിക്ക് ഇടനിലയിൽ നിന്ന് വിറ്റ് കാശാക്കി വസൂലാക്കി എന്നും തന്നെയാണ് കരുതേണ്ടതെന്നും VD സതീശൻ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറിനെയും ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റായ പ്രശാന്തിനെയും ES പ്രശാന്തിനെയും ചോദ്യം ചെയ്തേ പറ്റൂ എന്നും VD സതീശൻ വ്യക്തമാക്കുകയാണ്.